ആ പിന്നെ സുരേഷേ, ആ നമ്മുടെ കാശ്മീരിലെ പഹൽഗാമിലെ മറ്റേ ഭീകരാക്രമണം ഉണ്ടാകാറില്ലേ? ഓ അതിലെ വാർത്ത 27 ആൾക്കാരാണ് മരിച്ചത്. അത് സാധാരണക്കാർ. മരി അത് ടൂർ പോയവരല്ലേ, നമ്മളെ ശരിക്ക് കേരളത്തിൽ നിന്നൊക്കെ ടൂർ പോയ ആൾക്കാർ അതിനകത്തില്ലേ? ടൂറിസ്റ്റുകളെയാണ്. ആ ടൂറിസ്റ്റുകളല്ലേ നമുക്ക് ടെററിസ്റ്റ് അതിനെ എങ്ങനെ ആവുന്നത്. ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. നമുക്കല്ല നമുക്ക് അതിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? കുടുംബത്തോടു കൂടി പോയവര്, കൂടെ നിൽക്കുന്നവരെ വെടിവെച്ച് എടോ. കൊന്നു. നാടിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇത്തരം വിഷയങ്ങൾ വേണം. മനസ്സിലായോ? അതിൻ്റെ അകത്ത് മാഷെ അതിൻ്റെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പേര് ചോദിച്ചിട്ട് അല്ല ഖുറാന്റെ ഒരു ഓസത്ത് ചൊല്ലാൻ പറഞ്ഞിട്ടാണ് അറിയത്തില്ലാത്തവരാണ് കൊന്നത്. അതെ. എന്തിനാ ചെയ്തെന്നറിയാവോ? നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദത്തോടു കൂടി അല്ലെങ്കിൽ ഒരുപാട് ഏറ്റവും കൂടുതൽ മതങ്ങളുള്ള ഒരു രാജ്യം നമ്മളെ ഇന്ത്യയാണ്. അതെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് ഒത്തൊരുമയോട് കൂടി നിൽക്കുന്ന ഈ ഒത്തൊരുമയ്ക്ക് വിള്ളലുണ്ടാക്കുവാന്ന് അതൊരു ഭീകരപ്രവർത്തനം. അല്ല സുരേഷിന്റെ ആ കമന്റ് തെറ്റാണേ. അത് അങ്ങനെയല്ല സംഭവം. ഇന്ന് പിന്നെ 27 ആൾക്കാരോടും ഇയാൾ പിന്നെ ഇത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. 27 ആൾക്കാരോട് ചൊല്ലിച്ചു. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാവരും ഉണ്ട്. പറയുന്നൊക്കെ ആ 27 ആൾക്കാരെയും കൊന്നു. പക്ഷെ അതില് കോയനാട് അതിലൊരു വിഷയമുണ്ട്. ഈ ചൊല്ലി അല്ല ശരി, ചൊല്ലിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അത് വിഭാഗീയത ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അതെ, അത് ചൊല്ലിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞത് കാരണം ഇങ്ങനെ പറഞ്ഞു കൊല്ലുമ്പോ ബാക്കിയുള്ളവന്റെ മനസ്സ് പെടയോ? ഇത് അവിടെ ഇതില് പിന്നെ മനോജ് ഈ പറയുന്നതിലൊരു ധ്വനി എന്താ വെച്ചാല് പിന്നെ അങ്ങനെ പറഞ്ഞവര് കൊന്നില്ല എന്നും പറയാത്തവരെ കൊന്നു എന്നാണ് ഒരു ധ്വനി വരുന്നത്. അങ്ങനെയല്ല, പറഞ്ഞവരെയും പറയാത്തവരെയും കൊന്നു. ശരി, പക്ഷെ ഇത് പറഞ്ഞു വരുമ്പം ഈ ഒരു രീതിയിലേക്ക് എത്തിയില്ലേ? അതാ ചോദിക്കുന്നത്. ഈ ഒരു വിഭാഗീയത അതിന്റെ ഇടയ്ക്ക് ഉണ്ടായില്ല ശരിക്കും. അതായത് നമ്മുടെ ഐക്യം അത് മാത്രമല്ല കുഞ്ഞിരാമട്ടാ, പിന്നെ ഇവരിപ്പോൾ ഇത്രയും പറഞ്ഞില്ലേ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഈ 3 ഭീകരരുടെ ഇപ്പം രേഖാചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. ഫോട്ടോ തന്നെ ആ മൂന്ന് ഭീകരരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു മൂസ, ഒരു ആദിൽ കാസിം, പിന്നെ ഒരു താക്കൂർ. ഈ മൂന്നാൾക്കാർ പറഞ്ഞാൽ 2023 ഇന്ത്യൻ അതിർത്തി കടന്ന് വന്ന് നമ്മുടെ പ്രദേശത്ത് താമസിച്ചവരാണ് ഇവർ മൂന്നാളും. അതല്ലേ കോയനാട്ട ഇപ്പൊ പറഞ്ഞത്, നമ്മളെ ഇന്റലിജൻസിന് തെറ്റുപറ്റിയിട്ടുണ്ട്. അതാ പറഞ്ഞത്, നമ്മുടെ സുരക്ഷാ സംവിധാനത്തിന് ഭയങ്കര വീഴ്ച പറ്റിയിട്ടുണ്ട്. കാശ്മീരികളെന്നാ പറയുന്നത്. പറഞ്ഞില്ലേ സർവകക്ഷി സമ്മേളനത്തിൽ സമ്മതിച്ചില്ലേ? അല്ല, അത് ഗവൺമെന്റ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെ കാണുന്നത് എന്താണെന്നറിയോ, ഞാൻ മനസ്സിലാക്കുന്നത് നാടിന്റെ സുരക്ഷയേക്കാൾ വലുതായിട്ട് ഇപ്പൊ കാണുന്നത് വെറുതെ രാഷ്ട്രീയ പോരാട്ടമാണ്. ഒരു കാര്യമില്ല, അതൊരിക്കലും നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. സത്യമാണ്. നമ്മൾ നാടിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം അതിന്റെ ഇടയ്ക്ക് ഇന്നലെ സർവകക്ഷി യോഗം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇറങ്ങിയ പാടെ അവര് പറഞ്ഞു ശരി ഞങ്ങളെല്ലാം നിങ്ങൾക്ക് ഐക്യം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ അവര് പറഞ്ഞു സുരക്ഷാ വീഴ്ച ഇവർ സമ്മതിക്കുന്നുണ്ടോ? അതൊരു 10 പ്രാവശ്യം എടുത്തു ചോദിച്ചു. അതിന്റെ ഒരു ആവശ്യമില്ല രാജ്യത്ത്. പത്രക്കാര് പലതും ചോദിക്കും. ഇപ്പൊ ഇന്നലെ മരിച്ച ആളെ മോളെടുത്തും അയാളെ ഭാര്യന്റെ അടുത്തെല്ലാം പറ്റി തൂക്കം പിടിച്ചിട്ട് അവരെ പിടിക്കുന്ന കണ്ടില്ലേ? അതിന് കണക്കായി നിന്ന് കൊടുക്കാനേ നമ്മുടെ നാട്ടിൽ ആളുണ്ടോ? അതൊരു ഫോർമാലിറ്റി ആയി. പക്ഷെ അത് കാണുമ്പോ നമുക്ക് അല്ലെന്നേ അതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിനിമാടന്മാർക്ക് പൊതുവെ അല്ലെങ്കിൽ നടന്മാരെന്നൊക്കെ പറഞ്ഞ പൊതുവെ ഇങ്ങനെ ബുദ്ധിയില്ലാത്ത വലിയ ബുദ്ധിയൊന്നുമില്ല, ബുദ്ധിജീവികളൊന്നല്ലവര് അങ്ങനെ പറയുക. പക്ഷെ നമ്മളെ മേജർ രവി വളരെ വ്യക്തമായിട്ടൊരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. അയാൾ മറ്റേ ഇപ്പോഴത്തെ ഭരണരാഷ്ട്രീയത്തിന്റെ ആളാണ്, പിന്നെ പ്രചരണത്തിനും മറ്റു കാര്യങ്ങളും പോകുന്നതാണ്. പക്ഷേ അയാൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ അവർ കൊന്നത് ഇന്ത്യക്കാരെയാണ്. ഇന്ത്യൻ മുസ്ലിമിനും ഇന്ത്യൻ ക്രിസ്ത്യനെയും ഇന്ത്യൻ പിന്നെ ഹിന്ദുവിനെ കൊന്നത്. അപ്പൊ അതിൽ മറ്റ് കാണുന്നത് ശരിയല്ല എന്ന രീതിയിൽ വളരെ വ്യക്തമാണ്. അല്ല, ഞാൻ അത് തന്നെയാണ് ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മുടെ ഐക്യം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു നമ്മൾ തമ്മിലുള്ള, അതായത് ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യൻസുകളും ഐക്യത്തോട് കൂടി ലോകത്ത് ഏറ്റവും ഐക്യത്തോടു കൂടി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ. അപ്പൊ നമുക്ക് പരസ്പരം ഒരു അല്ല, അതിൽ 2 വിഷയങ്ങളുണ്ട്. മേജർ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടത് മോദി തന്നെയാണ്. കാരണം രാജ്യത്ത് സ്പ്ലിറ്റ് ഉണ്ടാക്കാം. മോദി ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഞാൻ മോദിന്റെ പാർട്ടിക്കാരൊന്നുമല്ല, പക്ഷെ മോദി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവും. മോദിനെ മോശമായി കാണിക്കാം, അതാണ് അവരുടെ ആവശ്യം. അല്ല, അത് എപ്പോഴും പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പിന്നെ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടായപ്പോൾ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മളെ പിന്നെ പാകിസ്ഥാനായിട്ട് ഇതുണ്ടായപ്പോഴും പിന്നെ അവർ ശത്രുരാജ്യങ്ങൾ ചേരിക്കുന്നത് ഇന്ദിരാഗാന്ധി മോശമാക്കാൻ വേണ്ടിയാണ്. ഭരിക്കുന്ന പിന്നെ ഭരണീയനാരോ ഭരണകർത്താവ് ആരാണോ ആരോ അവരെ മോശമാക്കാൻ ശ്രമിക്കും. നമ്മുടെ നാട്ടില് ഐക്യത്തെ പവർഫുൾ ആയിട്ടുള്ള ഭരണം ഉണ്ടെങ്കിൽ ശത്രുക്കൾക്ക് പേടിയുണ്ടാവും. ആ ഒരു അവസ്ഥ മോദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മോദിന്റെ അയാളുടെ ഒരു ഇതുണ്ടല്ലോ, പവർ. അപ്പോഴേ
അയാൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ തിരിച്ചടിക്കും തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. തിരിച്ചടി തുടങ്ങിയില്ലേ? അല്ല, തിരിച്ചടിക്കെന്ന് പറഞ്ഞത് തിരിച്ചടിക്കുന്ന പറയല്ല, തിരിച്ചടിച്ച ശേഷം ഞാൻ തിരിച്ചടിച്ചെന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധി. അല്ല, അത് ശരി തന്നെ. പക്ഷെ അന്നത്തെ അവസ്ഥയല്ല ഇന്ന് ഒരുപാട് അങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞപാട് നമുക്ക് ചാടി ഇപ്പൊ ഇസ്രായേൽ കയറി ഹമാസിന്റെ അടിക്കുന്ന പോലെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. അതിന് എന്താ പറയല്, ഒരു കാരണം കാണിക്കേണ്ട. അതിനാണ് ആദ്യമായിട്ട് പിന്നെ ഇതുണ്ടായിരുന്നല്ലോ, എന്താ പറയുന്നത്, എന്താണ് ഇപ്പം പാകിസ്ഥാന്റെ ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു 48 മണിക്കൂറിനുള്ളിൽ പോകണം, സംവിധാനങ്ങളാക്കുന്നത്, പുതിയ വിസ കൊടുക്കുന്നില്ല, അതിർത്തി അടച്ചു, കരാറുകള്. അല്ല, നമ്മുടെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യകാലം മുതൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇപ്പം നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാർ ഒന്നിനൊന്ന് പവർഫുൾ ആണ്. അത് ആരും നമുക്ക് കുറച്ച് കാണിച്ചിട്ടില്ല. നരേന്ദ്രമോദി പറഞ്ഞു. പക്ഷെ അതിനെക്കാട്ടും നമ്മൾ കാണേണ്ടത് ഇന്ദിരാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അങ്ങനെ പവർഫുൾ ആയിരുന്നു, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഗോവിന്ദേട്ടാ അങ്ങനെ ഒന്നും പറയണ്ട. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ ചായവിലേക്ക് അത് വേണ്ട. നമുക്ക് നമ്മുടെ രാജ്യം നിങ്ങൾ ഇന്ദിരാഗാന്ധിനും നെഹ്റുവിനും ഒന്നും സപ്പോർട്ട് ചെയ്യേണ്ട. ആ കാലഘട്ടങ്ങൾ കഴിഞ്ഞു. അന്നത്തെ കാലഘട്ടം അല്ല ഇന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞു വരുമ്പോ എന്ന് പറഞ്ഞാൽ മോദിന് എന്തോ ഒരു പിന്നോട്ട് വരും. മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. മോദി എന്ന് പറയുന്ന ആള് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോ പണ്ട് 68-78 അവരൊക്കെ പവർഫുൾ ആണ്, ഇവരാരോ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. ഇതിന്റെ ഇടയിൽ ഈ തീവ്രവാദത്തെ കുറിച്ച് ട്രംപ് വല്ലതും പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല, ട്രംപ് ഒന്നും വിട്ടില്ല. ട്രംപിന് വേറെ അയാൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല. അയാൾക്കൊരു യുദ്ധം വേണം. ചെലവാകണം. അങ്ങനെ പറയല്ലേ, സാധനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യ ഇന്ന് ഇന്ത്യക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ എവിടെ പോയിട്ട് പരിശീലനം നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോഴ് എന്ന കാര്യം വെച്ചാല് നമുക്ക് പിന്നെ പറയാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ രാജ്യം സംരക്ഷിക്കണം. നമ്മുടെ രാജ്യം നമുക്ക് സംരക്ഷിക്കപ്പെടണം. അതിന് ഇന്ദിരാഗാന്ധി വന്നാലും നെഹ്റു വന്നാലും നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി വലുത്, നമ്മുടെ രാജ്യ സുരക്ഷ. തീർച്ചയായും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അതിന് പിന്നെ ഒന്നേ നമുക്ക് പറയാനുള്ളൂ, ഇന്ന് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഈ ഭീകര പ്രവർത്തനത്തിന് നമ്മൾ അപലപിക്കലല്ല, അത് തുടച്ചു നീക്കണം. അത് അപലപിക്കല, തുടച്ചു നീക്കണം. അതിനെതിരെ സർക്കാർ എടുക്കുന്ന എന്ത് നടപടിക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്തുകൊണ്ടും ഈ ഗുലുമാൽ ടീം അവരെ കൂടുതലുണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ, ചുരുങ്ങിയ ഫീസ് നിരക്ക്, തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550.